ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാനൊരു തിരക്ക് പിടിച്ച ഷെഡ്യൂളുമായിട്ടാണ് ഇവിടെ വന്നത്. ഞാൻ 12 മണിക്ക് ഇവിടെ വന്നു. ഞാൻ സുജിലൻ മാഷ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് ക്ലാസ്സിൽ വന്നത്. പ്രത്യേകിച്ചും ഒരു പുതിയ ടെക്നോളജിയുടെ ഒരു കാലഘട്ടത്തിൽ ആ ടെക്നോളജിയെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൻ്റെ അകത്ത് വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിക്കുകയും ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നേരത്തെ വരണമെന്ന് വിചാരിച്ചത്. ഞാൻ വേറൊരു എൻഗേജ്മെന്റിലായതുകൊണ്ടാണ് അല്പം താമസിച്ചത്. അപ്പൊ 12 മണിക്ക് ഇവിടെ വന്നപ്പോൾ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സുകളുണ്ട്. അപ്പൊ ടെക്നോളജിയോടുള്ള ആഭിമുഖ്യം നമ്മൾ കാണുകയാണ്. അപ്പൊ എന്നെ ഈ ക്ലാസ് എടുക്കാൻ വിളിച്ച ഇതിന്റെ സംഘാടകരോട് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ആദ്യം ഓരോ ക്ലാസ് ആയിരിക്കും, ചിരിക്കാനുള്ള വഴിയൊന്നും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ക്ലാസ് ആണെന്ന് ചോദിക്കരുത്. ഞാൻ ഈ അടുത്ത റീസെന്റ് ആയിട്ട് സൈബർ വീക്കിൽ 15 വർഷക്കാലത്തെ സേവനവും കഴിഞ്ഞ് ഈ അടുത്ത കഴിഞ്ഞ മാസം ഈ പോലീസ് സേനയിൽ നിന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോ ഞങ്ങൾ വളരെ ഒരു സൈക്കോളജി റിസർച്ച് സെന്ററും അതുപോലെ തന്നെ സൈബറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡാറ്റ റിക്കവറി ഒക്കെ ചെയ്യുന്ന ഒരു മേഖല തുറന്നിട്ടുണ്ട്. അവിടെ തിരക്ക് പിടിച്ച പരിപാടി ക്ലാസ്സുകളും മറ്റൊക്കെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസ്സിന് എന്തായാലും പങ്കെടുക്കണം എന്ന് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ലാസ്സിലേക്ക് വന്നത്. ഇന്നൊക്കെ ഞങ്ങൾ ടൈറ്റ് ഷെഡ്യൂളുള്ള ദിവസമാണ്, ഇവർക്കും ടൈറ്റ് ഷെഡ്യൂളാണ്. അതുകൊണ്ട് ഞാൻ വാക്കുകൾ വിളിക്കുന്നില്ല. നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇപ്പോ ഇവിടെ നിൽക്കുമ്പോ എനിക്കൊരു ഓർമ്മ വരുന്നൊരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കോഴിക്കോട് സിറ്റി പോലീസ് ക്ലബില് 97-98 കാലഘട്ടത്തിലാണ് തോന്നുന്നു വന്നൊരു കാര്യം ഓർപ്പിക്കുകയും ഞാൻ ഇതിന്റെ സംഘാടകരോടെ കാര്യം പറയുകയും. എന്താണ് കരുതുന്നത് നിങ്ങൾ? ഇതൊരു പുതിയ ടെക്നോളജിയാണ് AI എന്ന് പറയുന്നത്. നമ്മുടെ വളർന്നു വികസിക്കുന്ന ഈ കാലഘട്ടത്തില് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന അറിവുകളുടെ സങ്കേതം ഇവർ തുറന്നു വിടുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. അപ്പൊ നമ്മൾ കാണേണ്ട ഒരു കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ പേര് നമ്മുടെ ടെക്നോളജിയുടെ അറിവുകൾ, ടെക്നോളജിയെ പറ്റി അറിവില്ലാത്തതുകൊണ്ട് എത്രയോ ലക്ഷം കോടിക്കണക്കിന് രൂപ 97-98 കാലഘട്ടത്തിൽ ഈ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് അടിച്ചു കൊണ്ടുവരുന്ന കഥയുണ്ടായിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ അന്ന് പോലീസിൽ കോഴിക്കോട് സിറ്റിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ ഒരാൾ ഫോൺ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്നോട് പറയുന്നു, സാർ നമുക്ക് ഒരു പുതിയ കാര്യം വന്നിട്ടുണ്ട്. ഞാൻ എന്തായിരുന്നു കാര്യം? അപ്പൊ പറയാണ്, നമുക്ക് വെബ്സൈറ്റിന്റെ സ്ഥലം വാങ്ങിക്കാം. 40 GB വെബ്സൈറ്റ് നമുക്ക് കിട്ടും 2600 രൂപ കൊടുത്താൽ. നിങ്ങൾക്ക് ഇത് വിൽക്കാം. 2600-ന് 5000 കൊടുക്കാം, 10,000 വിൽക്കാം, 20,000 25,000 വിൽക്കാം എന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ഒട്ടനവധി അധ്യാപകർ, ഒട്ടനവധി പോലീസുകാർ ചേർന്നു. എറണാകുളത്ത് അങ്ങനെ ഒരു ടീമായിരുന്നു. അവര് വെബ്സൈറ്റ് വന്ന സമയത്ത് അവർ കൃത്യമായി നമ്മുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി ഈ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ അടിച്ചു കൊണ്ടുപോയി. ആരും കേസ് കൊടുത്തില്ല. കാരണം ആരും കൊടുത്തില്ല. ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഈ AI ടെക്നോളജി നിങ്ങൾ ഇവിടുന്ന് പഠിക്കുന്നു, നല്ല കാര്യം. ഈ AI ടെക്നോളജിയിൽ വരുന്ന ഈ കാര്യം നിങ്ങൾക്കറിയാം. കോഴിക്കോട് സിറ്റിയിലാണ് AI ടെക്നോളജി ഉപയോഗിച്ചത് കുറ്റകൃത്യം നടന്നത് നിങ്ങൾക്കറിയാം, അല്ലേ? അറിയാലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഞാൻ എന്നെ പോലെ അതേപോലെ ഉണ്ടാക്കിയാണ് AI ടെക്നോളജി സത്യം കാര്യമാണെന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കുന്നു. ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യുന്നത് വിചാരിക്കാം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അതിന് എന്തൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത്, അതാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ നമ്മളെ കവളിപ്പിച്ചുകൊണ്ട് ആരും നമ്മുടെ കീസയിലിരിക്കുന്ന പണമോ മാനത്തിന് വില പറയാനോ സമ്മതിക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു തീരുമാനം. ഞാൻ നീണ്ട 15-17 വർഷക്കാലത്തോളം സൈബർ ജോലിയിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ 1000കണക്കിന് ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഒരു ബോധവൽക്കരണ ക്ലാസ് കേട്ടാൽ നമ്മൾ പഠിക്കില്ല. പഠിക്കോ? ഇല്ല. ഞാനൊരു സിനിമയിലെ കഥയാണ് ഓർമ്മ വരുന്നത്. നമ്മളെ സലീം കുമാർ പറയുന്ന ഒരു കഥയുണ്ട്. രാത്രി ബിരിയാണി കൊടുക്കുന്നുണ്ട്. മറ്റേ ബിരിയാണിയുടെ മറകളൊക്കെ നിങ്ങൾക്ക് അല്ലേ? ബിരിയാണി കൊടുക്കുന്നുണ്ടാകുമ്പോൾ അയാൾ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നും സൈബറിന്റെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന ഒരു കാര്യമാണ്. ബിരിയാണി കൊടുക്കുന്നതിന് അവന് ഓടുകയാണ്. ഇപ്പൊ ചോദിക്കാൻ എന്താ ഒന്ന്, അഥവാ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതല്ലേ നമ്മൾ ചിന്ത? 100% ചിന്തയല്ലേ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും? അഥവാ അല്ലേ? സത്യമല്ല ഞാൻ പറയുന്നത്, സത്യമല്ലേ? നിങ്ങളുടെ അഥവാ കിട്ടിയാലോ? അഥവാ ഈ അഥവാ എന്നത് മാറ്റി വെക്കണം. ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഒരു സൈക്കോളജിക്കൽ ടേം കൂടിയാണ്. ഈ ചിന്ത നമ്മളിൽ മാറാത്തിടത്തോളം കാലം സൂര്യന് താഴെയുള്ള എന്തിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന മലയാളി ഇത് പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് വിഷമമെന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരാം. ഇന്ന് രാവിലെ ഞാൻ നാട്ടിൽ നിന്ന് കോഴിക്കോടേക്കുള്ള യാത്ര മതി എന്നെ ഒരാൾ വിളിക്കുന്നു. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ, ഒരു CA ആയിരുന്ന ഒരാൾ എന്നെ വിളിക്കുകയാണ്. സത്യൻ എവിടെ വിളിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞ കോഴിക്കോടേക്കുള്ള യാത്രയാണ്, KSRTC ബസ്സിലാണ്. ബസ്സിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് കാരണം. ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരാൾ വിളിക്കും,
ഇരിഞ്ഞത്ത്, അതായത് എന്റെ നാട്ടിൽ നിന്ന് തൊട്ടടുത്തുള്ള ഇരിഞ്ഞത്ത് ടൗൺ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഒരു പയ്യൻ PSC കോച്ചിങ് ക്യാമ്പിൽ പഠിക്കുന്ന പെയിന്റിങ്ങിന്റെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗതിയും ഇല്ലാത്ത ഒരു പയ്യൻ നിങ്ങളെ വിളിക്കും, അവർ വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. നമ്മൾ ഓക്കെ സാർ, ഞാൻ പറഞ്ഞത് എന്നെ വിളിക്കാൻ പറയുന്നു. ഇത് നിങ്ങൾക്ക് കൂടിയുള്ള പാഠമാണ് കേട്ടോ. എന്നെ വിളിക്കുന്നു, പയ്യന് വളരെ പെതറ്റിക് കണ്ടീഷനിൽ എന്നെ വിളിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താണ് സുഹൃത്തെ കാര്യം? സാർ, ഞാൻ ഒരു മാസം മുമ്പ് ഒരു ലോണിന് അപേക്ഷിച്ചിരുന്നു. നിങ്ങളൊക്കെ ലോണിന് കൊടുക്കാറുണ്ടല്ലോ. പണം ആവശ്യമില്ലാത്ത ആരെങ്കിലും ഇതിലുണ്ടോ? ഉണ്ടോ? ഒരാൾ പണം ആവശ്യമില്ലാത്ത ആരെങ്കിലും ഈ മേഖലയിലുണ്ടോ? പണം ആർജിക്കരുത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഉണ്ടാവില്ല. എല്ലാ പണമുണ്ട്, ആർജിക്ക് വേണ്ട. നല്ല കാര്യം, നല്ല കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, നല്ല കയ്യിൽ. ഓക്കെ, താങ്ക് യു. ഞാനും അങ്ങനെ പണം അധികമായി ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ ആവശ്യത്തിന് പണം കിട്ടിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പണത്തോടുള്ള ആസ്തി കൂടും. നിങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മള് നെഞ്ചു പോലും വയറാക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നമുക്ക് പണം നഷ്ടമാവുന്നത്. ഞാനത് പറയാം. അങ്ങനെ ഈ പയ്യൻ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു മാസം മുമ്പ് ഞാൻ ലോണിന് അപേക്ഷിച്ചു. റിലയൻസിന്റെ ഏതൊരു പ്ലാറ്റ്ഫോമാണ്. റിലയൻസ് കണ്ടപ്പോൾ വിശ്വസിച്ചു. അതിനാണ് നമ്മൾ ഓപ്സിംഗ് എന്ന് പറയുന്നത്. തെറ്റായ ഒരു വിവരം ശരിയാണെന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്. നമ്മളെ അഭ്യർത്ഥന ഇവൻ PG സ്റ്റുഡന്റ് ആണ്. ഈ PG കഴിഞ്ഞ ആളാണ് ഈ പയ്യൻ. അവനൊരു ഗതിയില്ലാത്തതുകൊണ്ട് ജോലിക്ക് പോയി പഠിക്കാൻ നല്ല പയ്യൻ, ഇതിനെക്കുറിച്ച് നല്ല ബോധമുള്ള, വായനാശീലമുള്ള നല്ല സൂപ്പർ പയ്യൻ. അവനെ ജോലി പോകുമ്പോൾ അവന്റെ കുടുംബം പോലും എനിക്കറിയാം. അങ്ങനെ ഇവർ 1 ലക്ഷം രൂപയ്ക്ക് അപേക്ഷിക്കുന്നു. 1 ലക്ഷം രൂപയുടെ ആദ്യത്തെ കാര്യമായി SMS വരുന്നു. ഇവരോട് പറയുന്നു, പ്രോസസിംഗ് ഫീസായിട്ട് 20,000 രൂപ അടക്കണം. ഇത് നടക്കുന്ന കാര്യം. ഇത് നിങ്ങൾക്കും നാളെ സംഭവിക്കാം. കാരണം 20,000 രൂപ തന്നെ അടയ്ക്കുന്നു. 1 ലക്ഷത്തിന് അപേക്ഷിച്ചാൽ ഏതെങ്കിലും ലോകത്തിലുണ്ടോ 1 ലക്ഷം രൂപയ്ക്ക് 20,000 രൂപ പ്രോസസിംഗ് ഫീസ്? നമ്മൾ എന്തിനു പഠിക്കുന്നു? അങ്ങനെ ഇവരെ അടച്ചാൽ 1,01,290 രൂപ അടച്ചു. 1,01,290. 1 ലക്ഷവും കൊടുത്തു, ലാസ്റ്റ് 1,290 രൂപ കൊടുത്തു. എന്തിനറിയോ? അതിവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ലാസ്റ്റ് RBIയുടെ റൂൾ അനുസരിച്ച് 1,193 രൂപ കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ ആ റൗണ്ട് അല്ലാത്തൊരു ഫിഗർ കാണുമ്പോൾ നിങ്ങളൊക്കെ വിശ്വസിക്കും സ്വാഭാവികമായിട്ടും, അല്ലേ? മാറ്റയുടെ ട്രിക്ക് അതാണ്. എന്താണ് 299 രൂപ എന്ന് പറയുമ്പോ നമ്മൾ 300ലേക്ക് നമ്മുടെ ചിന്ത എത്തില്ല. എത്തോ? 300 എന്ന് പറഞ്ഞാൽ വാങ്ങിക്കില്ല. നിങ്ങളൊരു മാർക്കറ്റിൽ പോയാൽ ആദ്യം നിങ്ങൾ ചോദിക്കുക പച്ചക്കറി പിടിയിൽ തക്കാളി വിലയാണ്. ആണോ അല്ലേ? ആണോ മേഡം? ചോദിക്കുക ആദ്യത്തെ വില ഏതാണ്? തക്കാളിക്ക് എത്ര വില ചോദിക്കും, അല്ലേ? ഉള്ളി, തക്കാളി, ഉള്ളി, 2 സാധനങ്ങൾ. ആദ്യം ചോദിക്കുക തക്കാളി, പിന്നെ ഉള്ളിയാണ് ചോദിക്കുക. ഞാൻ ബുദ്ധിയുള്ള കച്ചവടക്കാരനെ ഞാൻ എന്ത് ചെയ്യും? നേരെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ശരി നടത്തിയ മനോഹരമായ ക്ലാസ് ഞാൻ കണ്ടു. ഞാൻ ബുദ്ധിയുള്ള കച്ചവടക്കാരനാണെങ്കിൽ ഞാൻ ഉള്ളിക്ക് അപ്പുറത്തെ വിലക്കാരൻ പറയുന്നേക്കാൾ 5 രൂപ കുറച്ച് പറയും. നിങ്ങൾ പിന്നെ ഒന്നിന് നിങ്ങൾ വില ചോദിക്കില്ല. ചോദിക്കോ? ഞാൻ ഉരുളക്കേന്റെ പോലെ 7 രൂപ എടുക്കും. എനിക്ക് ഇത്ര രൂപ കിട്ടി. 7 രൂപ കിട്ടി. 5 രൂപ നിങ്ങൾക്ക് കുറച്ചെന്നാൽ എനിക്ക് 2 രൂപ കിട്ടി. കിട്ടിയോ? നിങ്ങൾ ആരെങ്കിലും, ഞാൻ ഉൾപ്പെടുന്ന ഏതെങ്കിലും ടീം എല്ലാത്തിനും വില ചോദിച്ചു വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്. നല്ല കാര്യം, ഞാൻ അംഗീകരിക്കും. നിങ്ങൾ ഹോട്ടലിൽ ചെന്നിട്ട് പൊരിച്ച മീൻ വില ചോദിക്കുന്ന എത്ര പേരുണ്ടാകും? പൊരിച്ച മീൻ എത്ര വില കണ്ടോ? കുറഞ്ഞ പേര് എടുക്കും. ഇതൊക്കെ നമ്മളെ മലയാളിയെ സംബന്ധിച്ച് കുറവാണ്. പൊരിച്ച മീൻ വില ചോദിക്കാനെങ്കിലും ഇന്ന് നിങ്ങൾ കൂടെ പാരകളിൽ പോയിട്ട് ബിരിയാണിക്ക് എത്ര പൈസ ഞാൻ എഴുതി വെക്കാത്ത, ബോർഡ് എഴുതി വെക്കാത്ത നിങ്ങൾ ആരെ ചോദിക്കോ? ഞാൻ പറയുന്നു, മലയാളിയിലെ 90% പേരും ആത്മാഭിമാനം സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമ്മൾ പണം പോകുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, സുഹൃത്തെ, നിങ്ങൾക്ക് നാട്ടിൽ 1 കിലോമീറ്ററിന് 20 പോലീസുകാരുണ്ട്. നമ്മുടെ നാട്ടിൽ 1 കിലോമീറ്ററിന് 20 പോലീസുകാർ. നോക്കിക്കോളൂ. ആ പോലീസുകാരൻ ആരെങ്കിലും ഒരു വിളിച്ച് ചോദിക്കുക, ഇങ്ങനെ 1 ലക്ഷം രൂപയ്ക്ക് ലോൺ എടുത്തിട്ടുണ്ട്, എന്നോട് ഇത്ര പൈസ അടയ്ക്കാൻ പറയുന്നു. 1 ലക്ഷത്തിൽ ചില്ലാരം പണം അടച്ചു കൊടുത്തിട്ട് ഇന്ന് ഞാൻ ബസ്സിൽ ഇരുന്നിട്ട് എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു കംപ്ലൈന്റ് ലോഡ് ചെയ്ത് കൊടുത്തു. അയാൾക്ക് 13,600 രൂപ ഹോൾഡ് ചെയ്തു. 13,600 രൂപ മാത്രമാണ് കിട്ടിയത്. അവൻ പോയത് പൈസയാണ് 1 ലക്ഷത്തിൽ ചില്ലാരം രൂപ പോയിട്ട് അയാളുടെ പൈസ ഹോൾഡായിരിക്കുന്നത് 13,000 രൂപ മാത്രമാണ്. ലാഭല്ലേ? എന്തൊരു ലാഭം! നമ്മൾ പഠിക്കാൻ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങള് എന്നോട് സാർ, എനിക്ക് ഇത് ഭയങ്കര തെറ്റാണ്. ഈ ജീവിതത്തിൽ ഉള്ളവരെ ആർക്കും ഇത് വരണമെന്ന് വിചാരിച്ചില്ല ഞാൻ ഈ കമ്പനി. ഞാൻ പറഞ്ഞ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കടലിന്റെ അകത്ത് തിരമാലകൾ പോലെ മനുഷ്യനിൽ എപ്പോഴാണോ മാനസികമായ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുന്നത്, ആ സമയത്ത് ക്രൈമുകളുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. ഒരു സംശയിക്കട്ടെ നിങ്ങൾ അതിന്. നേരത്തെ ഇദ്ദേഹം ഉണ്ടാക്കിയ കണ്ടില്ലേ നിങ്ങൾ? AI ടെക്നോളജി ഉപയോഗിച്ച് അത് കണ്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോയത്. അത് ഒരു സിനിമയിൽ പാട്ടായിരുന്നു പറയാൻ പറ്റുമോ? അദ്ദേഹം ഉണ്ടാക്കിയ AI ടെക്നോളജിയിൽ പാട്ട് ഏതാന്ന് പറയാൻ പറ്റുമോ?
ആരാണ് ഒന്ന് പറയുമോ? പാറ്റത് പറയാൻ പറ്റുമോ? കഥ പറയുമ്പോൾ അത് രസകരമായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പോകേണ്ടത് ഇതേ രീതിയാണ്. നമ്മളൊരു സാധനം കാണുമ്പോൾ ആ സാധനം അതിനകത്ത് ടെക്നിക്സ് ഇല്ല. ഈ ഡീറ്റെയിൽസ് നിങ്ങളെ കഥ പറയുമ്പോൾ സിനിമയിൽ എത്തിച്ചു അല്ലേ? നിങ്ങൾ RBI എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ ലോഗോ കാണുമ്പോൾ നിങ്ങളെ എത്തിക്കുന്നത് RBI ആവുന്ന മിഥ്യാധാരണയിലേക്കാണ്. നമ്മൾ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഇത് നമ്മുടെ മനസ്സിലേക്ക് പിടിച്ചു പോകും. പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ അതിനേക്കാൾ ഉപരി ഒന്നും ചെയ്യില്ല. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. പെൺകുട്ടികളൊക്കെ, കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെടുന്ന പയ്യൻ വാരിക്കോരി സ്നേഹം കൊടുക്കും. ഞാൻ കാണുന്ന വാരിക്കോരി സ്നേഹം കൊടുത്താൽ അച്ഛനും അമ്മയും പറയും ഇവൻ ഒന്നിനും കൊള്ളില്ല, അവൻ കഞ്ചാവ് വിൽപ്പനക്കാരനാണ്, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് പറഞ്ഞാൽ ഓടച്ചാണ്ട് വിശ്വസിക്കാനാണ് അല്ലേ? ഞാൻ തമാശ പറയുക. നമ്മൾ എപ്പോഴാണോ നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക് നമുക്ക് അർഹതപ്പെട്ട്, അതായത് നമ്മളോട് സംസാരിക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പറയാൻ താല്പര്യമുള്ള ഒരു വ്യക്തി വരുന്നത്, അയാൾ എത്ര മോശക്കാരനായാലും നമ്മൾ അയാളെ ചേർത്ത് പിടിക്കും. അവൻ ചേർത്ത് പിടിക്കുമ്പോൾ അവന്റെ ഹൃദയസ്പന്ദനം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടെക്നോളജിയും ഇല്ല. ഇനി വരണം വരികയുണ്ടാവും. ഒരു ഇയാൾ നല്ലതാണോ ചീത്തയോ നോക്കാൻ ടെക്നോളജി വരാൻ പറ്റിയേക്കാം. ഞാൻ വിചാരിക്കുന്നത് വരുന്നതല്ലേ, വരാൻ സാധ്യതയേക്കാം. അല്ലാത്തടത്തോളം കാലം നമ്മൾ കാണേണ്ട ഒരു വസ്തുത നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കാം, നിങ്ങൾ പോലോ നോക്കാം, നിങ്ങൾ വീട് ഇങ്ങനെയാണോ താക്കോൽ ഉപയോഗിച്ച് നിങ്ങൾ പൂട്ടും താക്കോലൊക്കെ അതിന്റെ മുകളിൽ വെച്ചിട്ടാണോ പോകാറ്? ആണോ? വീട് പൂട്ടുമ്പോ പല ആൾക്കാരും ചെടിച്ചട്ടിന്റെ ഉള്ളിലാണ് താക്കോലൊക്കെ വെക്കാറ്. അത് കള്ളന്മാർക്കറിയാം. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ടെക്നോളജിയുടെ ഒരു കഥ അദ്ദേഹം അത് ChatGPT അടിച്ചു നോക്കി. എനിക്ക് ചിരി വന്നു. 1997 ഞാൻ ഇവിടുന്ന് ഒരു കള്ളനെ കൊണ്ട് മഞ്ചേരി പോവാണ്. എയർ ക്യാമ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആ കള്ളനെ ഞാൻ ചോദിച്ചു, നീ എന്താ നിന്റെ മോഡസ് ഓപ്പറാണ്ടി, നിന്റെ മോഡസ് എങ്ങനെയാണ് കളിക്കുന്നത്? അപ്പൊ കള്ളൻ പറഞ്ഞൊരു കഥ, സാർ ഇനി നിങ്ങളാരും പരീക്ഷിക്കുന്നുണ്ട് പോയിട്ട് ഞാനും പറഞ്ഞ കാര്യം പരീക്ഷിക്കുന്നത്. കള്ളൻ പറഞ്ഞു, എക്സോബ്ലോഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജനൽ വെച്ച് അഴി അറക്കിട്ടാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ സൗണ്ട് ഉണ്ടാവില്ലേ? ഇല്ല. ഫേൻ ഉണ്ടാവും, എല്ലാ വീട്ടിലും ഫേൻ ഉണ്ടാവുമല്ലോ. ഫേന്റെ സൗണ്ടിൽ നിങ്ങൾക്കൊക്കെ പുറത്തുള്ളത്. കളർ അത് ഒബ്സർവ് ചെയ്യും. ഇത് വേറൊരു മെത്തഡാണ്. ആ കളർ ഒബ്സർവ് ചെയ്തിട്ട് ഇവനൊരു ബോട്ടിലിന്റെ അകത്ത് ഒരു ഓയിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഓയിൽ ഇങ്ങനെ മേലെ വരും. എന്നിട്ട് എക്സോബ്ലോഡ് ഇങ്ങനെ അറക്കുമ്പോൾ സൗണ്ട് ഉണ്ടായി. ഇപ്പൊ നോക്ക്, ഞാൻ ഇവരോട് പറഞ്ഞ അടിച്ചു നോക്കാൻ ChatGPT വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് എങ്ങനെ സൗണ്ട് ഇല്ലാതെ ഒരു ഇരുമ്പ് എക്സോബ്ലോഡ് അറക്കാം. നിങ്ങൾ അറുത്ത് വീട് നോക്കൂ. നിങ്ങള് കൃത്യമായി ChatGPT ഉത്തരം പറഞ്ഞു ചോദിച്ചു. നിങ്ങൾ അദ്ദേഹം അപ്പം കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, ഇനി ലോകത്തിൽ ഒന്നുമില്ല, ലോകത്തിൽ എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് ഒരാളുടെ ലക്ഷക്കണക്കിന് രൂപ പോയത് അദ്ദേഹം എന്ന് പറയും, ഞാൻ ആരുമായിക്കോട്ടെ, അത് നമ്മൾ ടെക്നോളജിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ? ഒരു സാധനത്തിന് അതിന് ഗുണമുണ്ട്, ദോഷം, മെറിറ്റ് ഡീമെറിറ്റ് എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. എല്ലാ വസ്തുക്കൾക്കും മെറിറ്റ് ഡീമെറിറ്റ് ഉണ്ട്. ടെക്നോളജിയെ കുറ്റം പറയുന്നതിന് മുമ്പേ ഞാൻ ആരാണെന്ന് തിരിച്ചറിയണം. ഇതാണ് നമ്മൾ ചെയ്യുന്ന രീതികൾ. നമ്മൾ ടെക്നോളജിയുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. നമ്മള് ATM കാർഡിന്റെ പിൻ നമ്പർ ATM കാർഡിന്റെ പുറകെ വശത്തെ കവർ എഴുതി വെക്കും. സെക്യൂരിറ്റി ഞാനോ ഞാൻ ഇത് സുരക്ഷിതമായിട്ട് കൊണ്ടുപോകുന്നത് വളരെ ഉഷാറാണ് അല്ലേ? ഇതേപോലെയാണ് നിങ്ങൾ വീടിന്റെ താക്കോൽ നോക്കൂ. ഇങ്ങനെയാണോ നിങ്ങൾ അടച്ചു വെക്കുന്നത്? ആണോ? ഇങ്ങനെ ഈ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് പതിഞ്ഞു വരണം. ഞാനിത് പറയുന്നത്, വി ഫോർഗെറ്റ് വാട്ട് വി ഹിയർ, നമ്മൾ കേൾക്കുന്നത് മറക്കുന്നു. വി റിമെമ്പർ വാട്ട് വി സീ, നമ്മൾ എന്ത് കാണുന്നു അത് ഓർമ്മിക്കപ്പെടുന്നു. അതാണ് കാലഘട്ടം. കുട്ടികൾ, നിങ്ങൾ വീട്ടിലിരിക്കുന്ന, നമ്മുടെ വീട്ടിലിരിക്കുന്ന കുട്ടികൾ മൊബൈൽ ഫോണിന്റെ അകത്ത് കാണുന്ന 5 സ്ക്രീനിന്റെ അകത്ത് കാണുന്ന കാര്യങ്ങൾ ഓർത്തു വരുന്നത് അവർ വിസിബിളായി സാധനങ്ങളെ കാണുന്നത് കൊണ്ടാണ്. നമ്മൾ പറയുന്നത് അവർ ഈ ചെവിയിലൂടെ ഈ ചെവിയിലൂടെ പുറത്തേക്ക് വിടുന്നു. അത് ഒരു ആക്റ്റീവ് ഹിയറിംഗ് ഉണ്ടെങ്കിൽ പോലും കേൾക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളോട്, നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഈ രീതിയിൽ നിങ്ങൾ സെക്യൂരിറ്റി ഉപയോഗിക്കുന്നുണ്ടോ? അത് പുറകുവശത്തെ വാതിലുകളുടെ സെക്യൂരിറ്റി കൂടി പരിശോധിക്കണം. മുന്നിലത്തെ വാതിൽ മാത്രം അടച്ചിട്ട് കാര്യം വേക്ക് തുറന്നിട്ടാൽ കള്ളൻ ആദ്യം നോക്കും. മുന്നിൽ കൂടി ഒരു കള്ളൻ കാര്യമില്ല ഇതുവരെ. ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പുറത്ത് ഓപ്പറാക്കി വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് മുൻവാതിലുകൾ തകർത്ത കാര്യങ്ങൾ. പുറകുവശത്താണ് നിങ്ങളറിയാം. പുറകുവശം നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മുടെ ഒരു സ്വഭാവമാണ്. ഈ രീതിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്. ടെക്നോളജി വലിയൊരു ഭീകരമായ അവസ്ഥ നിങ്ങളിലേക്ക് വരും. അത് വരെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കണം. നോക്ക് നിങ്ങൾ, ഇതാണ് ഞാൻ പറയുന്ന മൈൻഡ്. ഇത് ഞങ്ങളുടെ സൈക്കോളജിയിൽ ഒരു ടേമാണ്. ഈ മൈൻഡിനെ നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കണം.
ആവശ്യത്തിന് മാത്രം ഇതിന്റെ അകത്ത് കീ കൊടുത്ത് തുറക്കണം. നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഈ ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. ഏതാണ് നമ്മളെ ഇത് നിങ്ങൾ തലച്ചോറിലേക്ക് കയറി വരണം. നിങ്ങൾ എവിടെ ചെന്നാൽ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും, എത്ര ബോധവൽക്കരണ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് ഞാനാണ്. ഞാൻ ചിരിച്ചു, ഞാൻ ഇദ്ദേഹത്തോട് ചിരിക്കുകയാണ്, ചിരിച്ചു, അദ്ദേഹം ചിരിച്ചു, കുഴപ്പമില്ല. അപ്പൊ അയാൾ മനസ്സിൽ ഓർമ്മ എന്താണ് വരിക? എന്തിനാണ് എന്നോട് അയാൾ ചിരിച്ചത്? ഞാൻ ബസ്സിലിരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാൻ പറ്റും. നിങ്ങൾ നാളെ ഞാനും പ്രാക്ടീസ് ചെയ്ത് നോക്കരുത്. ദയവ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞാൽ ഈ ചങ്ങാരോടെ വന്നിട്ട് എന്തോ പറഞ്ഞാന്ന് പറയരുത്. നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബസ്സിന്റെ പുറത്ത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നത് അയാൾ കൈകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നോക്കും. അയാൾ ആ ദിവസം മുഴുവൻ അയാൾ ആരാണെന്ന് വിചാരിച്ച് നോക്കി നിൽക്കും. ഇല്ലേ? അയാൾ ആരാണ്? ഇല്ല, ഇല്ലാത്തത്ര പേരില്ല. ഞാൻ പറയുന്നു, ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിന് പേര് ഓ ആരും ഞാൻ അദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ പറയുന്നു. അദ്ദേഹം ബസ്സിനകത്തൊന്ന് തിരിഞ്ഞു നോക്കില്ലേ, ഇയാൾ ആരാണ്? ഈ രീതിയിൽ നമ്മൾ നിരന്തരമായി കാണുകയും നിരന്തരമായി നമ്മളോട് ചെയ്യും, നമുക്ക് ആൻസൈറ്റി കൂടും. ഇതാരാണ്? ഈ ആൻസൈറ്റി കൂടുന്നതൊക്കെ നമ്മുടെ കുട്ടികൾ, നിങ്ങൾ കുട്ടികളെ ഒരു രീതി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വീട്ടില് ഞാൻ എന്റെ വീട്ടിൽ പ്രാവർത്തികമാക്കിയ കുറെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആ രീതികളിലാണ് ഞാൻ എല്ലാ കുട്ടികളും ക്ലാസ് എടുക്കാറുള്ളത്. അതേപോലെ എന്റെ പ്രിയപ്പെട്ട പേരൻസിനോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നത്, നമ്മുടെ മൈൻഡ് ഇങ്ങനെയാണ്. ആവശ്യാനുസരണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഒരാൾ ചോദിച്ചാൽ എന്തിനാണ് ചിരിച്ചത് ചോദിക്കണം. ഒരു ഒരു ഹൃദയത്തിന്റെ ചിഹ്നം ഇങ്ങോട്ട് ഇട്ടിരുന്നാൽ ആ ഹൃദയം എന്തിനാണ് എനിക്ക് തന്നതെന്ന് ചോദിക്കണം. രണ്ടെണ്ണം കൂട്ടിട്ട് നമ്മൾ ചെയ്യാം, രണ്ട് ഹൃദയം കൂട്ടിട്ട് ചെയ്യാം. നമ്മള് സത്യം ഒരു ഹൃദയത്തെ രണ്ടെണ്ണം, 2 4 നമ്മൾ ഇരട്ടിയ കൊടുക്കുക. അവസാനം എല്ലാം കൂടി അടികൂട്ടി എങ്ങോട്ടെങ്കിലും പോകും നമ്മള്. അങ്ങനെയല്ലേ സംഭവിക്കുന്നത്, സത്യമായി പറഞ്ഞത്. അപ്പൊ നമ്മള് അയാളോട് ചോദിക്കുന്നത് എന്തിനാണ് ഇട്ടത്? നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരു സമൂഹവും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോ വീട്ടിലെ പൈപ്പ് ഭക്ഷണം കൊണ്ടിട്ട് ഇതിനെ ചൊറുണ്ടെന്ന് ചോദിക്കണം കേട്ടോ, അതൊന്നും ചോദിക്കില്ല. അല്ലാതെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരാൾ പറയാൻ നിങ്ങൾ അങ്ങനെ ചോദ്യങ്ങൾ മനസ്സിൽ വരണം. ചോദ്യങ്ങൾ മനസ്സിൽ വന്നെങ്കിൽ നമ്മൾ ആവശ്യാനുസരണം ചെയ്യണം. ബി അവെയർ, ബി സേഫ്. എന്റെ മോട്ടോ ഇതാണ്. എനിക്ക് നിങ്ങളോട് മുന്നിൽ അവതരിപ്പിക്കാനുള്ള എന്റെ സ്ലോഗൻ ഇതാണ്, ബി അവെയർ. നമ്മൾ പഠിക്കുക, ബി സേഫ്. നമ്മൾ സുരക്ഷിതരായിരിക്കും. ഏറ്റവും നല്ല ഒരു കോഴ്സാണിത്. ഇത് സൈബർ വിങ്ങിന്റെ അകത്ത് ഞങ്ങൾ എപ്പോഴും കാണിക്കുന്ന ഒരു സാധനം കൂടിയാണ്. ബി അവെയർ, ബി സേഫ്. അവെയർ ഉണ്ടായി, അതിനാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ടെക്നോളജിയെ കുറിച്ച് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന ഒരു പ്രബന്ധം എന്ന് പറയുന്നത് നമ്മൾക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം. അത് ആരും കേൾക്കില്ല. ഒരു ക്ലാസ് കേട്ടാൽ ആരും ഒന്നും പഠിക്കില്ല, ഒരു സാധനവും ചെയ്യില്ല. എന്നിട്ട് നമ്മൾ പറയും ഈ ഫോണ് കണ്ടുപിടിച്ചുകൊണ്ട് എന്റെ ഫോൺ ഒളിച്ചോടിപ്പോയി. ഫോണ് കണ്ടുപിടിച്ചുകൊണ്ട് എന്റെ ഭാര്യ പോയി. ഭാര്യയോടൊന്നും മിണ്ടില്ല. എന്താണ് വീട്ടിലേക്ക് സംസാരമുണ്ട്. നിങ്ങൾ പറയും സംസാരിക്കില്ല. ആരെങ്കിലും ഉണ്ടോ വീട്ടിൽ സംസാരിക്കാറുണ്ട്? ഞാൻ പറയുന്നില്ല. നമ്മളാരും വീട്ടിൽ സംസാരമില്ല, എല്ലാം ചാറ്റ് ജീവിക്കാൻ. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത ഭക്ഷണം ഉണ്ടാക്കുന്നത് യൂട്യൂബാണല്ലോ. ഇപ്പൊ എല്ലാ സാധനങ്ങളും, അത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി AUD വരുന്നെങ്കിൽ നിങ്ങൾ എല്ലാ സാധനവും ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറയുന്നത് സംസാരത്തിൽ ആക്റ്റീവായ കേൾക്കില്ല. ഭർത്താവിനെ ഭാര്യ കേൾക്കുന്നില്ല, ഭാര്യയെ മക്കൾ കേൾക്കുന്നില്ല, മക്കൾക്ക് അച്ഛനെയും അമ്മയെയും കേൾക്കുന്നില്ല. ആർക്കും സമയമില്ല. ഞാൻ പറയുന്നു, ജയിക്കുന്നവരും തോൽക്കുന്നവരും, സൈബർ ക്രൈം പെടുന്നവരും പെടാത്തവരും ഒരേ ടൈമാണ് ലോകം അനുഭവിക്കും. 24 മണിക്കൂർ. ആ 24 മണിക്കൂറിനെ കൃത്യമായി വിഭജിച്ച് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരുത്തന് മാത്രമേ ജീവിക്കാൻ കഴിയൂ. അത്രമാത്രം ടെക്നോളജി വികസിച്ചു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മൾ വളരെ കരുതലോടുകൂടി ഇരുന്നില്ല എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടില്ല. ഞാൻ പറയാം, എന്റെ വൈഫ്, എന്റെ ഭാര്യ നല്ലൊരു ചുരിദാറിട്ട് വന്നാൽ ഞാൻ അപ്രീസിയേഷൻ എന്ന് പറയും. അവൾ 2 പ്രാവശ്യം എന്റെ വീട്ടിലൂടെ നടന്നു നോക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തെങ്കിലും ഒരു പറയണേ രസമുണ്ടെന്ന് പറയാൻ നിങ്ങളൊക്കെ നടക്കാറുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. നമ്മൾ സത്യത്താൽ ഭാര്യയുടെ മുമ്പ് 2 പ്രാവശ്യം പറഞ്ഞ പാവം പറയും നിങ്ങൾ മോഹൻലാലോട്ടുണ്ട്, എന്നാൽ എനിക്ക് മോഹൻലാലില്ല. പക്ഷെ നമ്മൾ ഭാര്യയോട് പറയും. ഭാര്യയോട് ഇത് പറയാനാണ് തൊട്ടപ്പുറത്ത് വിട്ട് രാമോരേട്ടനാ പറയാ. ഇത് ഉഷാറായിട്ടുണ്ട്. രാമോരേട്ടൻ എന്നാൽ തന്നെ ഒരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യും, ഹായ്. ഇവിടെയാണ് സെക്യൂരിറ്റിയുടെ പ്രശ്നം. ഞാൻ പറയുന്നത്, നമ്മൾ ചെയ്യാൻ കഴിയുന്ന സ്ഥലത്ത്, നമ്മൾ കുട്ടികളെ നോക്കാൻ കഴിയുന്ന സ്ഥലത്ത്, നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് വരുന്ന കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായ ബോധം നമുക്കുണ്ടായിരിക്കണം. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നോക്കാം. ഇവിടെ ഞാൻ നിങ്ങളോട് ഒരു ടൈപ്പ് ഓഫ് സൈബർ ക്രൈം നോക്കാം. നിങ്ങൾക്ക് ആദ്യത്തെ ഓൺലൈൻ ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്. നമ്മളിട്ട് വരുന്ന കേസുകളുടെ ഒട്ടുമിക്ക കാര്യം ഇതാണ്. ഓൺലൈൻ ഡെബിറ്റ് കാർഡ്, ബാങ്ക് ഫോൺ. ഇവിടെ ബാങ്കിന്റെ അടുത്ത് വരുന്ന എന്താ സംഭവിക്കുക? നമുക്ക് എല്ലാവരും ഓൺലൈനായി. നമ്മൾ ഒരു കാലത്ത് ഓൺലൈനിൽ നിന്ന് മാറി നമ്മൾ എല്ലാ കാര്യവും ഓൺലൈനായി, അല്ലേ? ആണോ?
എല്ലാ കാര്യവും ഓൺലൈനിലേക്ക് വന്നു. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാ കാര്യങ്ങളും ഓൺലൈനിലേക്കായി. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഇന്ന് ഞാൻ KSRTC 4 രൂപ തിരിച്ചു തരണം. അയാളെ കയ്യിൽ ചില്ലറയില്ല. അയാൾ എന്റെ ഗൂഗിൾ പേ വാങ്ങി 4 രൂപ തിരിച്ചു ആണ്. എനിക്ക് വാങ്ങാൻ പേടിയാണ്. എന്താ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്താ കാര്യം? നിങ്ങൾ അനാവശ്യമായ സ്ഥലങ്ങളിൽ നിന്ന് ഗൂഗിൾ പേ വഴി പണം സ്വീകരിക്കരുത്. ഒരു റിക്വസ്റ്റ് ആണ്. എന്താ കാര്യം? കാര്യം പറയും. നിങ്ങൾ വിവരവും ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നത്. എന്താ കാര്യം എന്താ പറയും? ഒരാളെ ഉത്തരം പറയും. നിങ്ങളുടെ അനാവശ്യ എങ്ങനത്തെ ആളാന്ന് അറിയില്ല. അതിനൊരു ക്രൈമുണ്ട്. അതായത് ഞാനിപ്പോ ഒരു പരിചയമില്ലാത്ത വ്യക്തിക്ക് പണം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നു. എനിക്ക് കിട്ടിയ പണം ഞാനൊരു വേറെ ഏതെങ്കിലും സോഴ്സ് വഴി എനിക്ക് വന്നൊരു പണമാണെന്നിരിക്കാം, ലോൺ ആപ്പ് വഴി എടുക്കുന്ന ഒരു പണമാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എനിക്ക് കിട്ടിയൊരു പണമാണെങ്കിൽ ആ പണം പോയ വ്യക്തി cybercrime.gov.in എന്ന് പറയുന്ന സ്ഥലത്ത് പരാതി കൊടുത്തു കഴിഞ്ഞാൽ, ആ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ പണം എവിടെയൊക്കെയാണ് പോയത്, അതിന്റെ സോഴ്സുകൾ എങ്ങോട്ടാണ്, അതിന്റെ ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാണ് നോക്കി ആ കൊടുത്തിരിക്കുന്ന വ്യക്തിയുടെ ABC എന്ന് പറയുന്ന 3 ചാനലിൽ പണം കട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പണം എടുക്കാൻ കഴിയില്ല. എത്രയോ പരാതികളുണ്ട്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കുള്ളൂ. ഞാനിത് പറയുന്ന അനുഭവത്തിന് വെളിച്ചത്തിലാണ്. നിങ്ങൾ ഓൺലൈൻ വഴി ആരോടെങ്കിലും നിങ്ങൾ പരിചയമില്ലാത്ത വ്യക്തികളിൽ നിന്ന് പണം സ്വീകരിക്കാൻ മേരി, ഇനി വായിക്കാതിരിക്കട്ടെ കേട്ടോ, സ്വീകരിച്ചാൽ നിങ്ങൾ അത് കൃത്യമായി എഴുതി വെക്കണം, ആരിൽ നിന്ന് എപ്പോ കിട്ടിയെന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിന് പരാതി കൊടുക്കുമ്പോ നിങ്ങൾ അത് കൊടുത്തില്ല എങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും പണം എടുക്കാൻ പറ്റും. ബാങ്ക് ഓൾറെഡി ഫ്രീസ് ചെയ്യും. ഇവിടെ ആരും ഫ്രീസ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഫ്രീസ് ചെയ്യുന്നതാണ്. cybercrime.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്തൂടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അത്തരം അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യും. അതിലേക്ക് പിന്നെ പണം നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വന്ന പണത്തിന്റെ സോഴ്സ് നിങ്ങൾ വെളിപ്പെടുത്തി കൊടുത്താൽ നിങ്ങൾക്ക് അത് റിലീസ് ചെയ്തു. അത് മനസ്സിലാക്കി വെക്കണം. ഇനി കണ്ട സ്ഥലത്തൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ വഴി പണം സ്വീകരിക്കരുത് എന്നുള്ള റിക്വസ്റ്റ് കൂടി അതിനകത്തുണ്ട്. ഓക്കെ, ഇത് നോക്കുകയാണെങ്കിൽ ജോബ് വിസ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. സോഷ്യൽ മീഡിയ ഓപ്പൺസ്, ഈ സോഷ്യൽ മീഡിയ ഓപ്പൺസ് ആണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നടന്ന AI ടെക്നോളജി വെച്ച് ചെയ്തത്. ഈ സോഷ്യൽ മീഡിയ ഓപ്പൺസാണ്. ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, നമ്മുടെ ഒരു ഇത്രയും ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്റെ ചിത്രം കണ്ടിട്ട് ഞാൻ പണത്തിന് ആവശ്യപ്പെടുകയാണ്. ഒരു വ്യക്തി ഫേസ്ബുക്കിലൂടെ, സുഹൃത്തെ എനിക്ക് പണം തരണം, 1000 രൂപ വേണം, എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് സെക്യൂരിറ്റി ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയും. ഞാൻ ഇദ്ദേഹത്തോട് പറയാണ് 1000 രൂപയിൽ എപ്പം പറയാണ്, നമ്മൾ AI ടെക്നോളജിയുടെ ക്ലാസ് എടുത്ത ആളാണല്ലോ, 1000 എന്തോ വിഷമം ഉണ്ടാവും, 1000 എനിക്ക് അന്നേരം അയച്ചു തരുമോ? എന്താ നമ്മൾ ചെയ്യേണ്ട? എന്താണ്? ഒരു ഫോൺ കോൾ ചെയ്യാം, അദ്ദേഹത്തിന് ഫോൺ നമ്പർ നമ്മൾ അതെന്താ നമ്മൾ മറന്നു പോകുന്നതാണ്. ഇവിടെയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകൾ നടക്കുന്നത്. നിങ്ങളെ തെറ്റായ വിവരങ്ങള് നിങ്ങളിൽ ശരിയാണെന്ന് ധരിപ്പിച്ച് നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ ചെയ്ത് നിങ്ങൾ അതിലേക്ക് മയക്കി കിടത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ അതല്ലായി പോവുകയാണ്. ഒരു രക്ഷയില്ല. ഞാൻ പറയാം നിങ്ങളോട്, ഈ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യം അടുത്തൊരു സെഷനിലേക്ക് കാണാം. അടുത്താണ് ലോൺ ഇൻഷുറൻസ് ലോട്ടറി. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ ചാടി പോകും. ലോട്ടറി എടുത്തിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് എന്റെ അടുത്ത് ഒരു ഉദ്യോഗസ്ഥൻ വന്നു. ഉദ്യോഗസ്ഥൻ ഞാൻ പറയുന്നില്ല, ആരാന്ന് പറയുന്നില്ല. രാവിലെ 7 മണിക്ക് എന്റെ വീട്ടിൽ വരുന്നു. എന്റെ നാട്ടിലൊരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്, മേപ്പേരോട് ഉദ്യോഗസ്ഥനാണ്. അതേ മതി എന്നോട് സാർ ഞങ്ങൾക്കൊരു പാർസൽ വന്നിട്ടുണ്ട്. എന്താ പാർസൽ? ഞാൻ ഒരു വാങ്ങിച്ചിരുന്നു, ഇതിനൊരു കാര്യം വാങ്ങിച്ചിരുന്നു. നമ്മളെന്താ ആമസോൺ വഴി സാധനം വാങ്ങിച്ചിരുന്നു. ആമസോണിനകത്ത് ഞങ്ങൾക്ക് ഒരു പ്രൈസ് അടിച്ചിരിക്കുന്നു, ഒരു 65 ലക്ഷം രൂപ. അതിനാകെ കൊടുക്കേണ്ടത് എന്താണെന്ന് സാർ, ബാങ്കിന്റെ നമ്പർ, നമുക്ക് ആകെ കൊടുക്കേണ്ടത് പാൻ കാർഡ്, ആധാർ കാർഡ്, ഈ 3 കൊടുത്താൽ 65 ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊടുക്കണ്ട, നിങ്ങളൊക്കെ ബുദ്ധിയുള്ള ആൾക്കാരില്ലേ, അങ്ങനെ നിങ്ങൾക്ക് ആമസോൺ അങ്ങനെ ഒരു പ്രൈസ് കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാലറ്റിൽ വരും, അല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് അയാൾക്ക് കൊടുത്തു. പക്ഷെ അയാൾ കിട്ടില്ല കേട്ടോ. എന്താ വരുന്നത് അറിയോ? എത്ര രൂപ? 2,20,000 രൂപ. 65,000 രൂപ കൊടുക്കാൻ 2,25,000 രൂപ കൊടുത്ത് പഠിച്ചു. കുറെ ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളെ ഓഫീസിന്റെ അകത്തേക്ക് ഒരു പരാതി ആയിട്ട് വരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? കേട്ടില്ല. കാരണം എന്നേക്കാൾ വിശ്വാസം 65 ലക്ഷം കിട്ടുമെന്ന ധാരണയിലാണ്. 65 ലക്ഷം കിട്ടിയ സുഖല്ലേ? 2 ലക്ഷം അവിടെ പോയിട്ടുള്ളൂ. 65-ൽ 63 ലക്ഷം രൂപ ലാഭമായി. പക്ഷെ കൊണ്ടുപോയ 63 ലക്ഷം രൂപ ലാഭിച്ചല്ല നമ്മളെ മലയാളി, ബുദ്ധിയുള്ള മലയാളിയിൽ നിന്ന് അവൻ കൊണ്ടുപോയത് പൈസ. എന്നിട്ട് നിങ്ങൾ ആലോചിക്കേണ്ടത്, വടകര ഇതേപോലെ തന്നെ ടൗണില് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ, ഇത് റെക്കോർഡ് ചെയ്തതുകൊണ്ടാണ് ഞാൻ ആ പേരൊന്നും പറയാത്തത്.
വടകര പ്രാക്ടീസ് ചെയ്ത ഡോക്ടർക്ക് 2,18,00,000 രൂപ. നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും. വടകര പ്രഗത്ഭമായ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അയാൾ ചെയ്തത് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്താണ്. നിങ്ങൾ അത് ക്രിപ്റ്റോ കറൻസി എന്താണെന്ന് അറിയാൻ മൈൻ ചെയ്യാൻ പോകണം. ബിരിയാണി വെക്കാൻ അറിയാണ്ട് ബിരിയാണി വെക്കാൻ പറ്റുമോ? വെക്കുവോ? ചോറ് വെക്കണമെങ്കിൽ ഒരു പരിചയം തന്നെ. കിണറ്റിൽ നിന്ന് വെള്ളം വേണമെങ്കിൽ ഒരു പരിചയം വന്നേ. ഇതൊന്നുമില്ലെങ്കിൽ ക്രിപ്റ്റോ എന്നില്ല പണം കിട്ടിയെങ്കിൽ നമ്മൾ മലനിൽക്കുക. അങ്ങനെ ഇദ്ദേഹം പോയിട്ട് 2,18,00,000 പോയി. അയാൾക്ക് ആകെ ഓടിയ പൈസ 35,00,000 സോറി 35,000 രൂപ. ആകെ ഓടിയത് 35,000 രൂപ. 2,18,00,000 പോയിട്ട് ഇയാൾക്ക് കിട്ടിയത് 35,000 രൂപയാണ്. ലാഭല്ലേ? ലാഭമാണ്. ഇദ്ദേഹം ബുദ്ധിയില്ലാത്തവരല്ല, MD ആണ്, എല്ലാ കാര്യവും. പക്ഷേ അയാള് ഈ ചതിക്കുഴികളിലേക്ക് പഠിച്ചത് നീണ്ട ഒരു മാസക്കാലത്തെ പ്രയത്നത്തിന്റെ ഫലമായാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന ധാരണ നിങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണവശാലും പാടില്ല. ഇത് ലോകമെന്ന് പറയുന്നത് നമുക്ക് കാണുകയും അതിനെ തരംതിരിച്ച് വേർതിരിച്ച് കാണാൻ കഴിയും തരത്തിലേക്ക് നമ്മൾ പോകണം. അതേപോലെയാണ് ഞാൻ സ്പീഡിൽ പോവുകയാണ്. നോക്കാൻ ഓൺലൈൻ ഡെബിറ്റ് കാർഡ് ബാങ്ക് ഫ്രോഡ്. നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓൺലൈൻ ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, ഒരു റിട്ടയർഡ് അധ്യാപകൻ കറണ്ടിന്റെ പണം അടയ്ക്കാൻ പോയത്. കറണ്ടിന്റെ പണം അയാൾ അടച്ചു. 2,400 രൂപ അയാൾ അടച്ചു. കുഴപ്പമില്ല. ഈ കോഴിക്കോട് സിറ്റിയിലാണ് 2,400 രൂപ അയാൾ കറണ്ടിന്റെ പൈസ അടച്ചു. ഒരു പ്രശ്നമില്ല. പരീക്ഷ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ ഒരാൾ വിളിക്കുകയാണ്, നിങ്ങൾ കറണ്ടിന്റെ പണം അടച്ചില്ലല്ലോ, നിങ്ങൾ എന്താ ചെയ്യാം? കറണ്ടിന്റെ പണം അടച്ചില്ല എന്ന് പറയുമ്പോൾ KCB ഓഫീസിൽ പോയി നോക്കിയാൽ പോലെ, അതിലൊന്ന് ഫോൺ ചെയ്താൽ പോലെ. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, അതുവഴി കയറി നോക്കിയാൽ നിങ്ങൾക്ക് KCB പണം അടച്ചിട്ടുണ്ടോ എന്ന് കാണാമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ പോലെ ചെയ്തു. അയാളെ കയ്യിൽ നിന്ന് ബാങ്ക് ബാലൻസിലുള്ള 60,000 രൂപ എടുത്ത് അവൻ പോയി. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? KCB ആണെങ്കിൽ KCB പോയി ചോദിക്കാം, നമുക്ക് ബാങ്കിലാണെങ്കിൽ ബാങ്കിൽ വിളിച്ചു ചോദിക്കാം. നമ്മൾ ആദ്യം കാണുന്നത് ഗൂഗിളിനെയാണ്. നിങ്ങൾ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം കാണുന്നത് ഗൂഗിളാണ്. നമ്മൾ എടുക്കുന്നവരെയാണ് കസ്റ്റമർ കെയർ നമ്പർ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ എഴുതും. അങ്ങനെ അടിക്കാം. ഇപ്പൊ ഒരു വേദന വന്നാൽ ആദ്യം അടിക്കേണ്ടതാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം എന്റെ മുകളിൽ ഡൽഹിയിലാണ് പഠിക്കുന്നത്. ഇവർക്ക് വലത് സൈഡിൽ ഒരു വേദന അടിവായത്തില്ല. അപ്പോൾ വേഗം ഗൂഗിളിൽ അപ്പം പറഞ്ഞ അപ്പൻഡിക്സ് ആണെന്ന് കണ്ടുപിടിച്ചു. അമ്മയും മോൾ കൂടി അപ്പൻഡിക്സ് ആണെന്ന് തീരുമാനത്തിലെത്തി. ഞാൻ പറഞ്ഞ ഗ്യാസ് പിടിക്കുന്ന മേലാളിന് ഗൂഗിളിൽ നോക്കിയിട്ട് അസുഖം വേർതിരിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞ അവരെ ഡോക്ടറെ പോയി കാണിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്യാസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ എല്ലാത്തിനെയും ഗൂഗിളിനെ ആശ്രയിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ അതിന്റെ അകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്ന് ആരുടെയും നമ്മൾ നിൽക്കാൻ പാടില്ല. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ കൃത്യമായ ബോധ്യം നമുക്കുണ്ടാകുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഈ ബോധ്യം നമുക്കുണ്ടോന്നുള്ളതാണ്. ഇതാണ് നമ്മൾ കാണുന്നത്. ഇതിന് തീർത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഗാഡ്ജറ്റ് അവരിലേക്ക് എത്തുകയാണ്. അവർക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് നമുക്ക് വിനയായി വരുന്നത്, അല്ലാതെ ആരും ഉത്തരവാദികളല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഞാൻ പോവാണ്. നോക്കാം, ഇത്രയാണ് സോഷ്യൽ മീഡിയ ഒഫൻസ് എന്ന് പറയുന്നത്. ഫേക്ക് ID ക്രിയേഷൻ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. ലോകത്തിൽ നേരിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലത്ത് ജീവിക്കുമ്പോ 2 കൈകൂട്ടി പ്രാർത്ഥിച്ചാൽ കൈകൾ ഒട്ടിപ്പോകുന്ന ഒരു കാലഘട്ടത്തില് നിങ്ങൾ എന്നെ പോലത്തെ ചിത്രം കണ്ട് ഈ കൊലക്കനാണ് അത് വിചാരിച്ചു പണം കൊടുക്കാൻ നിൽക്കുമോ? ഞാൻ വിശ്വസിക്കില്ല. എനിക്കൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒട്ടനവധി റിക്വസ്റ്റുകൾ വരും. ചിലപ്പോ എന്റെ മകൻ പരീക്ഷിക്കുന്നതാണെങ്കിൽ എന്നാ സൗമ്യ, രമ്യ എന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് വരും. എന്റെ മകനെ അവിടെ ഇരുന്നിട്ട് പരീക്ഷിക്കുക, അച്ഛനൊന്ന് ടെമ്പർ എങ്ങനെയൊന്ന് പരീക്ഷിക്കുന്നത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ മോളും ഞാൻ തമാശ പറയാം. അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് സിറ്റിയിലുണ്ട്, ഞാൻ തമാശ പറയല്ല. അപ്പൊ നമുക്ക് ആരും നമ്മൾ അവരെ കാണാൻ വേണ്ടി വീഡിയോ കോളുകൾ ചെയ്താലോ? അവരെ അപ്പുറത്തിരുന്ന് കാണിക്കുന്ന ആള് വീഡിയോ കോളുകൾ ചെയ്താൽ നമ്മുടെ വീഡിയോ ചിത്രങ്ങൾ എടുത്തു വെച്ച് നമ്മെ ഭീഷണിപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തികളെ സോഷ്യൽ മീഡിയയിൽ കണ്ടാൽ നിങ്ങൾ അവരെ പോയി ചൊറിഞ്ഞു മാറ്റി അവരെ വീഡിയോ കോൾ ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകാംക്ഷ. ജഗതി പറഞ്ഞല്ല, ഇവിടെ തുപ്പരുന്ന അവിടെ മാത്രമേ നമ്മൾ നോക്കൂ. അങ്ങോട്ട് നോക്ക്. ഞാൻ പറയാം, നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ ഇടത് ഭാഗത്തിരുന്നോ വലതു ഭാഗത്തിരുന്നോ വാട്സപ്പിൽ ഒരാൾ ഇങ്ങനെ മേലോട്ടായിരുന്നു പരിചരിച്ചാൽ നിങ്ങൾ ഇടതേക്കാണോ വലത്തേക്കാണോ ഇടത്തോട്ടും പലത്തോട്ടും വെറുതെ കളിക്കില്ലേ? വെറുതെ നോക്കി ഇതെന്താ ചെയ്യുന്നത്? ചിലർക്ക് ഓപ്പൺ ആയി പോയിട്ടില്ല. പാലക്കാട് വരുമ്പോൾ പോകുമ്പോഴേക്ക് ഓപ്പൺ ആയി പോകും. ഇതിങ്ങനെ നോക്കി
അപ്പുറത്തോടെ നോക്കലാണ് നമ്മളെ പണി. PP എല്ലാവരും ഒട്ടനവധി 10-60% ആൾക്കാരും ചെയ്യുക. ഈ രീതി നമ്മൾ അവലംബിക്കാൻ പാടില്ല. ഇന്ന് ലോക ഭീകരമായ അവസ്ഥയിൽ വളർന്നു വികസിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നതാണ് ഫേസ്ബുക്ക് ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ്. ഇതൊരു വലിയ ഘടകമാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ വടകരയിൽ സംഭവിച്ച ഒരു സാധനമാണ് ഗിഫ്റ്റ്. നിങ്ങൾ പരിചയപ്പെടുന്നു, നിങ്ങളെ പരിചയപ്പെട്ട വ്യക്തി നിങ്ങളോട് എന്ത് ചെയ്യുന്നു? നിങ്ങളെ പരിചയപ്പെട്ട് കുറെ ദിവസം നിങ്ങൾ ഇവരിങ്ങനെ ഇതാണ്, അതായത് ചിലന്തി വല നെയ്ത് വെക്കുന്നതിനോട് നിങ്ങളിങ്ങനെ ഹായ് സുഖമാണോ എന്ന് വെച്ച് നിങ്ങളെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളെ ഈ ഗിഫ്റ്റ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഞാൻ അയക്കുന്നുണ്ട്, ഞാൻ അമേരിക്കയിൽ പോയത് വാങ്ങിയതാണ്, ആ ഗിഫ്റ്റ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട്. അപ്പം ഗിഫ്റ്റ് അയച്ചു കഴിഞ്ഞാൽ അടുത്ത ഒരു എങ്ങനെയാണെന്ന് പറയുന്നത്, നിങ്ങൾ ഈ ഗിഫ്റ്റ് ഡൽഹിയിലേക്കോ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ, അതിനകത്ത് മയക്കുമരുന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ആകെ വരാനായി, അങ്ങനെ വരാനായി അവൻ പറയുന്ന പൈസയൊക്കെ നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്ത കേസ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഒട്ടനവധി കേസുകളുണ്ട്. ആ കേസുകൾ എന്റെ കയ്യിൽ വന്ന കേസുണ്ട്, എന്റെ നാട്ടിലെ കേസുണ്ട്. ബാലുശ്ശേരി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഈ ജെ ടെക്നോളജി നടത്തുന്ന ഇദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന 3-4 കേസുകൾ അങ്ങനെയുണ്ട്. ഈ ഗിഫ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നത്, ഇത് സെക്സിന്റെ എക്സ്പ്രഷന് വേണ്ടി മാത്രമല്ല സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്, ക്രൈം ചെയ്യാനും നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് നമ്മൾ കണ്ടേ പറ്റൂ. സോഷ്യൽ മീഡിയ വഴി കാണുന്ന കാര്യങ്ങൾ ശരിയാണെന്ന ധാരണയിൽ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. ടൈറ്റ് ഷെഡ്യൂളാണ് ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ. ഇത് നമ്മുടെ കുട്ടികളെ ബാധിക്കാൻ പോകുന്ന ഒരു സാധനമാണിത്. ജോബ് വിസ മാറ്റി വെക്കും നിങ്ങൾ. ജോബ് ഓപ്പർച്യൂണിറ്റി, എത്ര കുട്ടികൾ ജോലി നേടി പോകുന്ന കുട്ടികളെ കാത്തിരിക്കുന്ന ജോബ് റോഡുകളുടെ കാലഘട്ടമാണിത്. നിങ്ങൾ ഒരുപാട് സൈബർ പോലീസ് സ്റ്റേഷൻ ചെന്ന് നോക്കിയാൽ ഒരു മാസം 10ഓളം പരാതികൾ മിനിമം ഈ ജോബ് ഫ്രോഡായിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ വെബ്സൈറ്റ് നോക്കാൻ അറിയില്ല. ആ വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റ് ആണെന്ന് അറിയില്ല. ആ വെബ്സൈറ്റിന്റെ മുകളിൽ അഡ്രസ് നമ്മൾ നോക്കാൻ നമുക്ക് സമയമില്ല. കാണുന്നത് അതാണെങ്കിൽ വിശ്വസിക്കുന്നത് ഈ കാലഘട്ടം മാറണം. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസുകളെടുത്ത് നമുക്ക് വിശദമായി പരിശോധിക്കാൻ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങളും മനസ്സിലാക്കണം. അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നിലനിൽക്കൂ നമ്മള്. അല്ലാതെ നമുക്ക് പോയിട്ട് കാര്യമില്ല. നിങ്ങൾ ആലോചിക്കേണ്ടത് ബാക്ക്ഡോർ ജോബ്, ഇതൊക്കെ നമ്മൾ പറയാണ്. നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് 1000 രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്നാണ് നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്ക് സങ്കടം തോന്നിയൊരു സംഭവമുണ്ട്. ഒരു ജോലിക്ക് വേണ്ടി ദാഹിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു ഓൺലൈൻ ജോബുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറിയാണ്. കയറിയ ശേഷം കുട്ടിയോട് പറയുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് എന്റെ പേരെല്ലാം അടിച്ച് തന്നാൽ മതി. നമ്മളെ പ്രിയപ്പെട്ട നമ്മളെ മേഖലയിൽ താമസിക്കുന്ന 1 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഈ കുട്ടി എന്ത് ചെയ്തു? ഓൺലൈൻ ജോബിൽ ചേർന്നു. ഓൺലൈൻ ജോബുകൾ ആകെ ചെയ്യുന്നത് പാരഗ്രാഫുകൾ അടിക്കുക, സെൻഡ് ചെയ്യാം, പാരഗ്രാഫ് അടിക്കുക, സെൻഡ് ചെയ്യാം, കുഴപ്പമില്ല. ആദ്യം അവർക്ക് 500 രൂപ വന്നു. അവൾ വിചാരിച്ചു കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഒന്നും കറക്റ്റാണ്, 500 രൂപ വന്നിട്ടുണ്ട്. പിന്നീട് അവർക്ക് പണം വരുന്നില്ല. അങ്ങനെ കുറെ ദിവസങ്ങൾ ഇവര് ചെയ്തു കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അവളോട് പറയുകയാണ്, ഒരാൾ വിളിച്ചിട്ട്, നിങ്ങൾ ചെയ്ത സ്ക്രിപ്റ്ററി വർക്കിന്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളതിനാൽ ഞങ്ങളെ കമ്പനിക്ക് 1 കോടി രൂപ നഷ്ടം വന്നിരിക്കുന്നു. നിങ്ങളുടെ എഗ്രിമെന്റ് പ്രകാരം നിങ്ങളുടെ പേരിൽ കേസെടുക്കും. കുട്ടി ആ കുട്ടിയെ കാതിലൊക്കെ വിറ്റിട്ട് ആ കയ്യിലുണ്ടായിരുന്ന 10-40,000 രൂപ കൊടുക്കുന്നു. പക്ഷേ 24,000 രൂപ ഓൾഡിയെ പോലീസിന് സാധിച്ചു. നിങ്ങൾ ആലോചിക്കേണ്ടത്, ആ കുട്ടി കരഞ്ഞു പറയുമ്പോൾ ഞാൻ കാണുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ പേരും ലോകത്തിലെ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു വസ്തുത, നിങ്ങൾ ഒക്കെ അനുകരിക്കുന്നതൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാക്കാണ്, കുഴപ്പമില്ല, എല്ലാവരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ ഈ പിടിച്ചുകൊണ്ടുള്ള പ്രതികളെ നിങ്ങളൊന്ന് കണ്ട് ചോദ്യം ചെയ്യണം. അതായത് വടകര ടൗണിൽ നിന്ന് 65 ലക്ഷം രൂപ ATM കാർഡ് കൗണ്ടറിൽ നിന്ന് പണം കൊണ്ടുപോയ സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ATM കാർഡ് കൗണ്ടർ പോകാറില്ലേ? പണം എടുക്കാറില്ല? ATM ഉണ്ടോ? ATM പണം എടുക്കാറുണ്ടോ? എങ്ങനെയാ പണം എടുക്കാറ്? ചെറിയ ചോദ്യം. പണം എടുക്കുക എങ്ങനെയാണ്? ATM കാർഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ATM കാർഡ് ഇടുന്നു, പിൻ നമ്പർ അടിക്കുന്നു, പോകുന്നു അല്ലെ? ആരെങ്കിലും നിങ്ങൾ കൈകൾ കൊത്തി വെച്ചിട്ട് പിൻ നമ്പർ അടിക്കാറുണ്ടോ? ഉണ്ടോ? നമുക്ക് സമയമല്ലേ, അങ്ങനെ അടിച്ചിട്ടുണ്ട കാര്യവും ഉണ്ടോ? വേറെ അടിക്കാറുണ്ടോ? ഇല്ല. ഒരു കൈ വെച്ചാൽ ആ കൈമേലെ വെക്കണ്ടേ? അത് നമുക്ക് സമയം വെക്കാം കൈവെക്കാൻ. വടകരയിൽ നിന്ന് കംപ്ലീറ്റ് പണം പോയത് 65 ലക്ഷം രൂപ ലൂട്ടിൽ കൊണ്ട് 2022 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ പണം മുഴുവൻ പിൻവലിച്ചത് ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ആസാമിലൊക്കെയാണ്. എന്താ ചെയ്യുന്നത്? സ്കിമ്മർ വെച്ചിട്ട് ATM കൗണ്ടറിന്റെ ആ കാർഡിന്റെ സ്ഥലത്ത് സ്കിമ്മർ വെക്കുക. ഇത് ഉണ്ടാക്കി കൊടുത്താൽ നിങ്ങൾ വടകരയിലെ എഞ്ചിനീയർ സ്കിമ്മർ ഉണ്ടാക്കി ആളാൻ പറയുന്നില്ല.
വടകരയിലെ ആള് രണ്ടാള്, അളിയനും വേറൊരു ചെന്നായി കൂടി പ്രതിയാണ്. ഈ സ്കിമ്മർ വെച്ചിട്ട് നിങ്ങൾ ATM കൗണ്ടറിൽ കാണുന്നു, ചിപ്പ് അത് റീഡ് ചെയ്യുന്നു, നിങ്ങൾ അടിക്കുന്ന പിൻ നമ്പർ അവിടെ അവർ വെച്ചിരിക്കുന്ന ക്യാമറയിൽ ആ പിൻ നമ്പർ എടുക്കുന്നു, അവര് ATM കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നു, ചിപ്പില് സെക്യൂരിറ്റി ഉള്ള ATM കാർഡ് ഇവിടെ വെക്കുന്നു. ഉത്തർപ്രദേശിലോ ബീഹാറിലോ പോയിട്ട് അവർ പൈസ പിൻവലിക്കുന്നു. നിങ്ങൾ ജന്മത്തിൽ ഉത്തർപ്രദേശിൽ പോയിട്ടുണ്ടായ പൈസ പിൻവലിക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് വരിക ഉത്തർപ്രദേശ്. അങ്ങനെ 65 ലക്ഷം രൂപ കൊണ്ടുപോയി. ആ പയ്യനെ ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്നു. ഞങ്ങളല്ല, വളരെ പോലീസ് പിടിച്ചുകൊണ്ടുവന്നു. പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് ആ പയ്യനോട് ഞാൻ ചോദിച്ചു, നിന്റെ ക്വാളിഫിക്കേഷൻ 7ാം ക്ലാസ്. ഒരു ലാപ്ടോപ്പ് കണ്ടിട്ടാൽ എന്റെ ഈ പേരിനേക്കാൾ കട്ടിയുള്ള ലാപ്ടോപ്പ്, പഴയ പുരാണ ജാമ്പവാന്റെ കാലത്തുള്ള ലാപ്ടോപ്പും 4 മൊബൈൽ ഫോൺ വെച്ചിട്ടാണ് ജോലി. നിങ്ങളോ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള മൊബൈൽ ഫോൺ അല്ലേ? നിങ്ങൾ ഉപയോഗിക്കുന്ന ബുദ്ധി PG, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ലേറ്റസ്റ്റ് ടെക്നോളജി. ഈ ടെക്നോളജിയുള്ള നിങ്ങളെ കബളിപ്പിക്കുന്ന എങ്ങനെയാണ്? നിങ്ങളെങ്ങനെ നിങ്ങൾക്കുണ്ടാവുന്ന ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നിങ്ങൾക്കുണ്ടാവുന്ന മാനസിക വിഭ്രാന്തിയെ, മാനസികമായ അസന്തുലിതാവസ്ഥയെ ചോദ്യം ചെയ്ത് അവർ പണം കൊണ്ടുപോയി. ഇവിടെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രീതികൾ ഫേക്കായിട്ട് നമ്മളെ രീതികൾ നമ്മൾ കാണുന്നുള്ളത്. ഓക്കെ, ഇതാണ് ലോൺ ലോട്ടറി. ഞാൻ നേരത്തെ പറഞ്ഞ ലോൺ ലോട്ടറിയാണ്. എന്തു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും.